ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു KT ഓൺലൈൻ സ്റ്റഡി ആപ്പ്. അപ്പോൾ നിങ്ങൾ ജൂനിയേഴ്സിൽ നിന്ന് സീനിയേഴ്സ് ആവാൻ പോകുന്നു ഉടനെ തന്നെ. ഇപ്പോൾ നിങ്ങളുടെ കോളേജിൽ ജൂനിയേഴ്സ് വന്ന് കാണൂല, അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ജൂനിയേഴ്സ് ആയിട്ടിരിക്കുവാണ്. പക്ഷേ നിങ്ങൾ സൂൺ ടു ബി സീനിയേഴ്സ് ആണ്. അപ്പോൾ ഹാർട്ട്ലി വെൽക്കം ടു സെമസ്റ്റർ 3 ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇതിൽ നിങ്ങളിപ്പോൾ കോളേജിൽ ഉടനെ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ചില കോളേജിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു ഏതൊക്കെ സബ്ജക്ട്സ് ആണ് ഉള്ളതെന്നുള്ളത് ക്ലിയർ ആയി കാണും. അതായത് S3 മെക്കാനിക്കലിൽ നമുക്ക് പഠിക്കാൻ മെയിൻ ആയിട്ടുള്ളത് 5 സബ്ജക്ട്സ് ആണ്. ദാറ്റ് ഈസ് മാത്സ് ഉണ്ട്, FM ഉണ്ട്, ദെൻ ഓർഡർ പറയാം മോസ് ഉണ്ട്, MP ഉണ്ട്, FM ഉണ്ട്, നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്. ഈ പറയുന്ന 5 പേപ്പേഴ്സാണ് നമുക്ക് മെയിനായിട്ട് S3 സെമസ്റ്ററിൽ വരുന്നത്. അപ്പോൾ അതിൽ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മാത്സ് നിങ്ങൾ ഓൾറെഡി കാണുന്ന പോലെ തന്നെ എപ്പോഴും നമുക്കൊരു ഡിഫിക്കൽട്ടി ലെവലുണ്ട്. ദെൻ നമ്മുടെ ഏതാണ് മോസ്, MP, FM, ഈ 3 സബ്ജക്ട്സ് നമ്മുടെ കോർ മെക്കാനിക്കലിൽ വരുന്ന സബ്ജക്ട്സ് ആണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലോട്ട് നമ്മൾ കാര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ S1 S2 നമ്മളൊരു ഫ്യൂ പേപ്പേഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ മെയിൻ കോർ പേപ്പേഴ്സ് നമ്മൾ കാര്യമായിട്ട് ടാക്കിൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സെമസ്റ്റർ തൊട്ടാണ്. അപ്പം നമ്മൾ ശരിക്കും ഒരു റിയൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ സ്ട്രീമിനകത്തോട്ട് വരുന്നത് തന്നെ ഈ ഒരു സെമസ്റ്റർ തൊട്ടാണ്. അപ്പോൾ ഈ ഒരു സെമസ്റ്റർ തൊട്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോഴും നിങ്ങൾക്ക് ഒരുപാട് ചലഞ്ചസ് നിങ്ങളുടെ ഫ്രണ്ടിലുണ്ടാവും. അതിൽ ഒരു കുഞ്ഞ് ചലഞ്ചസ് ഞാൻ പറഞ്ഞു തരാം. അതായത് ഫസ്റ്റ് ഇയറിൽ ഇപ്പം നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഈ പറയുന്ന ഒരു ക്യാപ്സ്യൂൾ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് മാരത്തോൺ സെഷൻസോ അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്കൊരു 2 ദിവസം കൊണ്ടും ആ ബുക്സൊക്കെ വെച്ച് ഹെൽപ്പ് ചെയ്തും നമുക്ക് ഈസി ആയിട്ടൊരു പാസ് മാർക്ക് ആവറേജ് ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുമായിരുന്നു. ബട്ട് ഇനിയുള്ള സെമസ്റ്റേഴ്സിൽ ഈ പറയുന്ന കോർ പേപ്പേഴ്സ് നമുക്കൊരു സിലബസ് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ആരും ഈ ക്യാപ്സ്യൂൾ ബുക്സ് ഇറക്കിയ ആരും ധൈര്യമായിട്ട് നിങ്ങൾക്കൊരു ക്യാപ്സ്യൂൾ ബുക്ക്, ഒരു ചെറിയൊരു 100 പേജിൻ്റെ ബുക്ക് ഇറക്കിയിട്ട് ഈ എൻറ്റയർ സിലബസ് പഠിപ്പിക്കാം എന്ന് വിചാരിച്ച് ആരും ടെക്സ്റ്റ് എഴുതാൻ പോലും അറ്റംപ്റ്റ് ചെയ്യില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റെഫറൻസ് ടെക്സ്റ്റ് ബുക്സ് മാത്രം സിലബസിലുണ്ട്. കാര്യമായിട്ട് നമുക്ക് വലിയ ഹെൽപ്പ് ഒന്നും കിട്ടാതെയും കണക്ഷൻ കിട്ടാതെയൊക്കെയാണ് കുറേ സ്റ്റുഡൻസ് നമുക്ക് ഈ സെമസ്റ്റർ S3 തൊട്ട് നമുക്ക് പഠിക്കുന്ന സബ്ജക്ട്സ് പാടായി, ഇപ്പോൾ പഠിക്കാൻ ഒരു ലിങ്ക് കിട്ടുന്നില്ല, എങ്ങനെ പഠിക്കണം, ഏത് പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം എന്നൊന്നും അറിയാണ്ട് ഈവൻ ഫസ്റ്റ് ഇയറിൽ നല്ല പാസ് മാർക്ക് കിട്ടിയ സ്റ്റുഡൻസ് പോലും S3 തൊട്ട് സപ്ലി അടിക്കുന്നതിൻ്റെ മേജർ കൺസേണോ റീസണോ ഇതാണ്. അപ്പം ഇതിന് നമുക്കൊരു സൊല്യൂഷനായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന സബ്ജക്ട്സ് നമുക്ക് 1 or 2 ഡേയ്സിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇപ്പം ഈവൺ ഇഫ് നമുക്കൊരു ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരു റിവിഷൻ പോലെയോ അല്ലെങ്കിൽ ഒന്ന് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്നൊക്കെ പറഞ്ഞൊരു ക്ലാസ് എടുക്കാമെന്നല്ലാതെ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ബട്ട് അല്ലാതെ ഒരു മാരത്തൺ സെഷൻ പോലെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിങ്ങൾ കേട്ടിട്ട് നെക്സ്റ്റ് ഡേ പോയി ഒരു പരീക്ഷ എഴുതാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് വലിയൊരു യൂസ് നിങ്ങൾക്ക് ഉണ്ടാവാൻ ചാൻസസ് വളരെ ഫ്യൂ ആണ്. റീസൺ ഈസ് ഇതെല്ലാം പ്രോബ്ലമാറ്റിക് പേപ്പേഴ്സ് ആണ്. തിയററ്റിക്കലായിട്ട് പഠിക്കണം, ഡെറിവേഷൻസ് ഉണ്ട്, പിന്നെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഈ 3ൻ്റെയും ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ട് ഏത്, എങ്ങനെ, എവിടെ നിന്ന് ഏത് മെറ്റീരിയൽ വെച്ച് പഠിക്കണം, ആ മെറ്റീരിയൽ എങ്ങനെ യൂസ്ഫുൾ ആക്കണം. ബിക്കോസ് നമുക്ക് ഇതിൽ എവിടെ നിന്നാണ് പ്രോബ്ലം ചോദിക്കുന്നതെന്നൊന്നും സിലബസിൽ പറഞ്ഞിട്ടില്ല. there are certain areas, certain topics where problems are asked. പിന്നെ ചില ടോപ്പിക്സിൽ തന്നെ ഡെറിവേഷൻസ് ഉണ്ട്, അത് നമ്മൾ പഠിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ പിൻ പോയിൻ്റ് ചെയ്ത് ഒരു മെറ്റീരിയലിൽ നിന്ന് എന്ത് പഠിക്കണം. ഇപ്പോൾ നമുക്ക് ഏറ്റവും നല്ല ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഇതിനകത്ത് RK ബെൻസാലിൻ്റെ ഒരു ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഇത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ബൈ ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് ബൈ RK ബെൻസാൽ. ഇതിൻ്റെ ഏത് എഡിഷൻ ആണെങ്കിലും നിങ്ങളുടെ ലൈബ്രറിയിലൊക്കെ ഇഷ്ടംമാതിരി ബുക്സ് ഈ ബെൻസാലിൻ്റെ ടെക്സ്റ്റ് ബുക്ക് കാണണം. അപ്പോൾ ഈ ബുക്ക് നിങ്ങൾ റെഫർ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കൊരു ബേസിക് ഐഡിയ ഓഫ് ദിസ് ഫ്ലൂയിഡ് മെക്കാനിക്സ് കിട്ടും. ആൻഡ് ഇതിൻ്റെ ഒരു നല്ലൊരു ടെക്സ്റ്റ് ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിക്കാൻ ഫ്രാങ്കം വൈറ്റിൻ്റെ ടെക്സ്റ്റ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഫ്രാങ്കം വൈറ്റിൻ്റെ ബുക്സൊക്കെ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ സ്റ്റോറി ബുക്ക് വായിക്കാൻ താല്പര്യമുള്ളവർ നമ്മൾ ഒരു പേജ് കഴിഞ്ഞ് അടുത്ത പേജിൽ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടുമല്ലോ, ആ ഫീലാണ് ഈ ബുക്സൊക്കെ നിങ്ങൾക്ക് വായിക്കുമ്പോൾ ആ സബ്ജക്റ്റിനെ പറ്റി കിട്ടുന്നത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കാം. പക്ഷേ ഫ്രാങ്കം വൈറ്റൊക്കെ ആദ്യമേ നമ്മളെടുത്ത് വായിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, അതിനകത്ത് കൂടുതൽ മാത്തമാറ്റിക്കലായിട്ടായിരിക്കും ഈ പറയുന്ന ഓരോ ഫിനോമിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. അത് നമുക്കൊരു ഫസ്റ്റ് ബിഗിനർ ലെവലിൽ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും.
അപ്പോൾ അതിൻ്റെ ഏറ്റവും ആപ്റ്റ് സൊല്യൂഷനാണ് ഒരു നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ഇനഫ് തിയറിയും ഇനഫ് മാത്തമാറ്റിക്കൽ റിലേഷൻസും പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദെൻ ഈ നല്ല ടെക്സ്റ്റ് ബുക്സ് ഒക്കെ വായിക്കാൻ നമുക്ക് ഈസി ആയിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പം ദർ ഇസ് നോ ഈ പറയുന്ന ഏതെങ്കിലും ഓൺലൈൻ സൈറ്റിൽ ഈ എൻ്റയർ സിലബസിനെ ബേസ് ചെയ്ത് ഒരു PDF മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്യാനൊക്കെ കിട്ടുമായിരിക്കും. അതിനൊന്നും നിങ്ങളെ സേവ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ഒന്നും അല്ല ഈ ഒരു സബ്ജക്ട്സിന്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു PDF ഒക്കെ കിട്ടി ഇത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ 100 മാർക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് നിങ്ങൾക്കൊരു യൂസും ഇല്ലാത്ത ഒരു പഠിത്തത്തിൻ്റെ ഒരു രീതിയാണ്. സോ ഡോണ്ട് ഗോ ഫോർ ദാറ്റ്. എപ്പോഴും ഏത് സബ്ജക്റ്റ് പഠിക്കുമ്പോഴും ഇനി അങ്ങോട്ട് ഒരു പ്രോപ്പർ റെഫറൻസ് ബുക്ക് നിങ്ങളുടെ കയ്യിൽ വേണം. ആ ബുക്ക് പഠിച്ച് ആ ബുക്കും കൂടെ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു 4 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾക്ക് ഈവൻ ഏത് കോമ്പറ്റീറ്റീവ് എക്സാമോ ഗേറ്റ് എക്സാമോ ഏതിനും പോയാലും നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടും. മാത്രമല്ല BTech ഈസി ആയിട്ട് പഠിച്ച് പാസ്സാവാനും പറ്റും. പിന്നെ ഇത് പഠിക്കുന്നതിന് ഒരു രീതിയുണ്ട്. അതായത് ഇപ്പോൾ ഈ ഒരു ടോപ്പിക്സ് നമുക്കിപ്പം ഈ ടോട്ടൽ സബ് സിലബസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ടോപ്പിക്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. 4 മൊഡ്യൂളായിട്ട് ഇത്രയും കാര്യങ്ങൾ. ആദ്യം പ്രോപ്പർട്ടീസ് ഉണ്ട്. പിന്നെ ഈ ആദ്യം നമ്മൾ പഠിക്കുന്ന ഈ ചുമ്മാ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, നമ്മുടെ സ്പെസിഫിക് വെയിറ്റ്, ഡെൻസിറ്റി, ബാക്കി എന്താണ് വിസ്കോസിറ്റി, ഇങ്ങനെയൊക്കെ ഉള്ള ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കും. അതിനുശേഷം ആണ് നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. FM എന്ന് പറയുന്നത് നിങ്ങളുടെ മോഫ്. ഇതിൽ ഫ്ലൂയിഡ് മെക്കാനിക്സിനെ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഡൈനമാറ്റിക്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, പിന്നെ ഡൈനാമിക്സ്. അപ്പോൾ ഇങ്ങനെ 3 രീതിയിലാണ് എൻറ്റയർ ഫ്ലൂയിഡ് മെക്കാനിക്സിനെ നമ്മൾ ഗ്ലോബലി ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്റ്റാറ്റിക്സ്, കൈനമാറ്റിക്സ്, ഡൈനാമിക്സ്. ഇത് 3ഉം കൂടെ കംപ്രൈസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്. അതായത് ഒരു ഫ്ലൂയിഡിൻ്റെ മെക്കാനിസം നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ 3 കാര്യങ്ങൾ പഠിച്ചിട്ടാണ്. അപ്പോൾ സ്റ്റാറ്റിക്സിൽ നമ്മൾ കവർ ചെയ്യുന്നത് ഈസ് കംപ്ലീറ്റ്ലി ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ആണ്. ഒരു റെസ്റ്റ് ഇരിക്കുന്ന ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് അത് ഡിഫർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു സ്വിമ്മിംഗ് പൂളിലെടുത്ത് ഡൈവ് ചെയ്യുന്നു. നമ്മൾ മേളിൽ ഇരിക്കുമ്പോൾ ഉള്ള പ്രഷറല്ല താഴോട്ട് പോകുന്തോറും ഈ ഫ്ലൂയിഡ് ഇതിനെ പ്രഷർ ചെയ്യും. നിങ്ങൾ എക്സ്പ്ലോഷൻ പോലെ ഇംപ്ലോഷനൊക്കെ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ടൈറ്റാനിക്കിനെ തപ്പിപ്പോയ സബ്മറൈൻ എക്സ്പ്ലോഡ് അല്ല ചെയ്യുന്നത്, ഇംപ്ലോഡാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എത്ര ഡെപ്ത് പോകുമ്പോൾ എത്ര പ്രഷർ വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സിൽ പഠിക്കുന്നത്. അത് ബേസിക്കലി വാട്ടർ ഈസ് അറ്റ് റെസ്റ്റ്, വാട്ട് ഈസ് ദ ഫിനോമിനൻ ഹാപ്പനിങ് ഇൻസൈഡ്. അതിൽ തന്നെയാണ് നമുക്ക് ഈ പറയുന്ന ബോയൻസി, ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ബോയൻസി എന്ന് പറയുന്നത് എന്താണ്? വെള്ളത്തിന് മുകളിൽ ഷിപ്സ് പൊങ്ങി കിടക്കുന്നു. ഇത്രയും വെയിറ്റ് ഉള്ള ഷിപ്പിനെ വരെ ആ വാട്ടറിനെ പൊക്കി നിർത്താൻ പറ്റുന്ന എബിലിറ്റി എന്താണ്? അതിനെയാണ് നമ്മൾ ബോയൻസി എന്ന് പറയുന്നത്. ഇനി ഈവൻ സബ്മേർജ് ചെയ്ത് പോകുന്ന ഒരു ഒബ്ജക്റ്റിന് പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്? അതാണ് ഈ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസിൽ പഠിക്കുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സിൽ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഈ സിലബസിൽ കവർ ചെയ്യുന്നത്. ദെൻ കംസ് കൈനമാറ്റിക്സ്. കൈനമാറ്റിക്സ് എന്ന് പറയുന്നത് ഒരു ബോഡി ഈസ് ഇൻ മോഷൻ. അപ്പോൾ കൈനമാറ്റിക്സിലും ഡൈനാമിക്സിലും ബോത്ത് ബോഡി ഈസ് ഇൻ മോഷൻ. ബട്ട് കൈനമാറ്റിക്സിൽ വിൽ സ്റ്റഡി അബൌട്ട് ദ ബോഡി വിത്തൗട്ട് കൺസിഡറിങ് ദി ഫോഴ്സസ് കോസിങ് ദി മോഷൻ. അതായത് ഒരു ബോഡിയിൽ എത്ര ഫോഴ്സ് കൊണ്ടാണ് ഈ ചേഞ്ച് വരുന്നത് നമ്മൾ പഠിക്കുന്നില്ല. പകരം വിൽ സ്റ്റഡി അബൌട്ട് ദി വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ്, ആക്സിലറേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുന്നതാണ് കൈനമാറ്റിക്സിൽ. അപ്പോൾ ഡൈനാമിക്സിൽ നമ്മൾ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? വിൽ ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു ഫോഴ്സസ് കോസിങ് ദി മോഷൻ. ഇതിൻ്റെ എല്ലാ ആപ്ലിക്കേഷനാണ് ഫ്രം മൊഡ്യൂൾ 3. അതായത് ഈ 3 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ സ്റ്റഡി അബൌട്ട് എ പൈപ്പ് ഫ്ലോ, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് എ പൈപ്പ്, വാട്ട് ഹാപ്പൻസ് ടു ദ ബൗണ്ടറി, പൈപ്പിൻ്റെ ബൗണ്ടറിയിൽ എന്ത് സംഭവിക്കുന്നു, ആൻഡ് ഈ 2 കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാൻ വാട്ട് ആർ ദ ഡയമെൻഷണൽ പാരാമീറ്റേഴ്സ് ദാറ്റ് ഹെൽപ്സ് അസ്, റെയ്നോൾഡ്സ് നമ്പർ, ഫ്രോഡ്സ് നമ്പർ, അങ്ങനെ കുറേ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ആപ്ലിക്കേഷനാണ് ഈ പറയുന്ന മൊഡ്യൂൾ 3യിൽ നമ്മൾ പഠിക്കുന്നതും. ദെൻ മൊഡ്യൂൾ 4ൽ എൻറ്റയർ FMൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ടുള്ളതാണ് ഹൈഡ്രോളിക് മെഷീൻസ്. നമ്മുടെ ടർബൈന്, പമ്പ്, ഇതെല്ലാം വർക്ക് ചെയ്യുന്ന ബേസ്ഡ് ഓൺ ഫ്ലൂയിഡ് മെക്കാനിക്സ് പ്രിൻസിപ്പിൾസ് ആണ്. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കുന്നതാണ് മൊഡ്യൂൾ 4. അപ്പം ഇതൊരു റിലേറ്റീവ്ലി ഒരു ബിഗ്ഗർ ഡീറ്റെയിൽഡ് സബ്ജക്റ്റ് ആണ്. ഡീറ്റെയിൽഡ് അല്ലെങ്കിൽ ടു ഡീപ്പ് അല്ലെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും ഒന്ന് തട്ടിപ്പോകുന്ന ഒരു സിലബസ് ആണ്. പണ്ട് നമ്മുടെ FM-ഉം HM-ഉം രണ്ട് സെമ്മിലായിട്ട് പഠിക്കുന്ന സബ്ജക്ട്സ് ആയിരുന്നു. ഫ്ലൂയിഡ് മെഷീനറി എന്ന് പറഞ്ഞാണ് HM, ഹൈഡ്രോളിക് മെഷീൻസ് പഠിച്ചുകൊണ്ടിരുന്നത്. ഫ്ലൂയിഡ് മെക്കാനിക്സ് S3യിലും പഠിക്കുമായിരുന്നു. അപ്പോൾ ഈ 2 സെമ്മിലെ സബ്ജക്ട്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സെമസ്റ്ററിൽ എല്ലാം കൂടെ ചേർത്ത് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഈ പറഞ്ഞ ബുക്ക് കംപ്ലീറ്റ്ലി പഠിച്ചാലേ
നമുക്ക് ഈ പറഞ്ഞ സബ്ജക്റ്റ് ഫുൾ തീരുകയുള്ളൂ. പക്ഷെ അതിൽ നിന്ന് ഇത്രയും വലിയ ബുക്കിൽ നിന്ന് എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളതാണ് ഈ ക്ലാസ്സിൻ്റെ മെയിൻ പർപ്പസ്. അപ്പോൾ ആ കൺസെപ്റ്റ്സും തിയററ്റിക്കലും ഡെറിവേഷനൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ പിന്നെ എക്സ്ട്രാ പ്രോബ്ലം എവിടെ നോക്കി പഠിക്കണം? നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിക്കുക. അത് നിങ്ങൾക്ക് ഞാൻ ലാസ്റ്റ് പ്രോബ്ലം ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഈ ബുക്ക് റെഫർ ചെയ്യുന്നതിനുള്ള യൂസും കൂടെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീനറി എന്ന് പറയുന്ന ഇന്നത്തെ ഒരു ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. സോ അപ്പോൾ പഠിക്കുമ്പോൾ ഈ ഒരു കൺസെപ്റ്റ്സ് മനസ്സിലാക്കി വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റ് നമ്മൾ ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് പഠിക്കാൻ നിൽക്കരുത്. ഈവൻ നിങ്ങൾ ഇങ്ങനെ പഠിച്ചാലും മതി. നമുക്ക് ഫസ്റ്റ് സീരീസ് വരുന്നതിന് മുന്നേ ആയിട്ട് ആദ്യത്തെ 2 മൊഡ്യൂൾ കവർ ചെയ്യുക, സെക്കൻഡ് സീരീസിന് മുന്നേ ആയിട്ട് കവർ ചെയ്യുക 2 മൊഡ്യൂൾ, ദെൻ ഫൈനൽ എക്സാമിന് നന്നായിട്ട് പോയി നല്ല സ്കോർ വാങ്ങിക്കുക. അപ്പം ഇതിൽ ഫസ്റ്റ് എല്ലാവർക്കും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, നിങ്ങൾ 10 നോട്ട്ബുക്ക് എടുക്കുക, അവിടെ ഇവിടെ എഴുതി പഠിക്കും. ആ ഒരു ശീലം മാറ്റിയിട്ട് ഇപ്പോൾ പഠിക്കുന്ന 5 സബ്ജക്റ്റിനും 5 ഫെയർ നോട്ട് കയ്യിൽ വയ്ക്കുക. ആ ഫെയർ നോട്ട്ബുക്സ് നിങ്ങൾ കോളേജിലൊന്നും കൊണ്ടുപോകണ്ട, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ആരും അറിയാം, നിങ്ങളുടെ ഫ്രണ്ട്സ് പോലും അറിയാതെ നിങ്ങൾക്ക് പഠിക്കാം. ഇപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്, നിങ്ങൾ പഠിച്ചില്ല എന്ന് പറയുന്നതാണ് ട്രെൻഡ്. അപ്പോൾ അതുകൊണ്ട് ഈ 5 ഫെയർ നോട്ട് ഈ നിങ്ങളുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന ഈ സബ്ജക്ട്സിൽ ആദ്യം സിലബസ് എടുത്ത് പേസ്റ്റ് ചെയ്യുക. ഈ സബ്ജക്ട്സ് ഒക്കെ അങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ. സിലബസ് ഫുൾ മനസ്സിലാക്കുന്നതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. അപ്പോൾ ആദ്യത്തെ പേജിൽ സിലബസ് കട്ട് ചെയ്ത് ഒട്ടിക്കുക. ദെൻ സെക്കൻഡ് പേജിൽ നമ്മൾ സെക്കൻഡും തേർഡ് പേജും ലീവ് ചെയ്യുക. അതിനകത്ത് ഈ ഓരോ മൊഡ്യൂളിൽ പഠിക്കുന്ന ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻസ് ആ മൊഡ്യൂളിൽ എഴുതാൻ ആദ്യത്തെ 2 പേജ് യൂസ് ചെയ്യണം, നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു റെഫറൻസ് പോലെ. ദെൻ 3-ാമത്തെ പേജ് തൊട്ട് ഞാൻ എന്താണോ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത് അതുപോലെ എഴുതി വയ്ക്കുക. ആ നോട്ട് എഴുതി തീരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇനഫ് മാർക്ക് പാസ്സാവാനോ അല്ലെങ്കിൽ ഫുൾ മാർക്ക് മേടിക്കാനുള്ളതോ കിട്ടും. ദെൻ നമുക്ക് അഡ്വാൻസ് ചെയ്ത് എക്സ്ട്രാ പ്രോബ്ലംസ് ഫോർ പ്രാക്ടീസ് ആണ്. അത് ഓരോ മൊഡ്യൂളിൻ്റെ താഴെ ഓരോ ടോപ്പിക് എടുക്കുമ്പോഴും ഞാൻ വർക്ക് ബുക്കിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും. ആ വർക്ക് ബുക്കിലുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. അതിൻ്റെ സൊല്യൂഷൻ എവിടെ ഉണ്ടാവും? ഈ പറയുന്ന ബെൻസാലിൻ്റെ ടെക്സ്റ്റിലും ഉണ്ട്. അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്ത് കഴിയുമ്പോൾ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ നമുക്ക് ഫുള്ളായിട്ട് പഠിച്ചു പോവാം. അതിൻ്റെ എല്ലാ ടോപ്പിക്സും എല്ലാ പ്രോബ്ലംസ് ഫോർ പ്രാക്ടീസും നമ്മൾ തീർന്നിട്ടുണ്ടാവും. ഇങ്ങനെ തീരുന്ന കാര്യങ്ങൾ ഈ സിലബസിൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്ത് പോവുക. അപ്പോൾ ആ സിലബസ് കംപ്ലീറ്റ്ലി നമ്മൾ പഠിച്ചല്ലോ, എന്നിട്ട് നമ്മൾ അടുത്ത മൊഡ്യൂൾ പഠിക്കുക. അപ്പം ഒരു സീരീസിന് മുന്നേ ആണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഈ ഒരു നോട്ട് ചെയ്യുക. അപ്പം ഈവൺ ഇഫ് നമ്മൾ അടുത്ത സീരീസ് പഠിച്ചു, യൂണിവേഴ്സിറ്റി എക്സാം വരെയും നമ്മൾ ഇതിനകത്ത് അറ്റൻഷൻ കൊടുത്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പല പരിപാടികൾ കാണും കോളേജിൽ തന്നെ. അപ്പം ഒരു റെഗുലർ റിവിഷൻ ഒന്നും ഈ +2 പഠിച്ചതുപോലെ നടക്കൂല. സോ അത് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ പറയുവാണ്. നിങ്ങൾ ജസ്റ്റ് എഴുതി വയ്ക്കുന്ന ഈ സീരീസിന് മുന്നേ ആയിരിക്കും ബുക്ക് തുറക്കുന്നതും പഠിക്കുന്നതും. അത് ഈ ഒരു ഫെയർ നോട്ടിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി എക്സാം ആകുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പഠിച്ച കുറേ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും. ഇപ്പോൾ എല്ലാ ദിവസവും കുറച്ചായിട്ട് പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അങ്ങനെയുള്ള പിള്ളേരെ ഞാൻ ഡിസ്കറേജ് ചെയ്യുന്നതല്ല, നിങ്ങൾ അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്ക് ഞാനൊരു ഓപ്ഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, നമ്മളെല്ലാവരെയും ഇമാജിൻ ചെയ്ത് വേണം പഠിപ്പിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിയും ഫെയർ ആയിട്ട് പെർഫോം ചെയ്യുന്ന ടോപ്പേഴ്സ് മേടിക്കുന്ന സ്റ്റുഡൻസിനെ എനിക്കറിയാം. അവരും ഈ ക്ലാസ്സസ് കാണുന്നുള്ളതുകൊണ്ട് അവർ ചെയ്യുന്നത് എന്താണോ അത് ചെയ്യുക. ഞാനിപ്പോൾ വേറെ സൊല്യൂഷനായിട്ടൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ ഈ സബ്ജക്റ്റ് എത്ര സീരിയസ് ആയിട്ട് നമ്മൾ പഠിക്കണം, എന്ത് മെത്തേഡിൽ പഠിക്കണം, എങ്ങനെ ഈ ക്ലാസ്സും കൂടെ യൂസ്ഫുൾ ആക്കി പഠിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഡയറക്റ്റ്ലി ടോപ്പിക്കിലോട്ട് പോവാം. ഫസ്റ്റ് വി വിൽ സീ അബൌട്ട് എ ഫ്ലൂയിഡ്. ഓക്കെ, അപ്പോൾ ഒരു ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ഫ്ലൂയിഡ് ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ഡീഫോംസ് കണ്ടിന്യൂസ്ലി അണ്ടർ ഷിയർ സ്ട്രെസ്, അണ്ടർ ദ ആക്ഷൻ ഓഫ് എ വെരി സ്മോൾ ഷിയർ ഫോഴ്സ്. അതായത് ഒരു ചെറിയ ഷിയർ ഫോഴ്സ് കൊടുക്കുമ്പോൾ, അപ്പോൾ ഷിയർ ഫോഴ്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടില്ല ഇതുവരെ. അത് നമ്മളിനി അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും. വാട്ട് ഈസ് എ ഷിയർ ഫോഴ്സ്? അതായത് ഒരു ബോഡിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 2 പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സിനെയാണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സോളിഡിൽ നമ്മളൊരു ഷിയർ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ എഫക്റ്റ് ഒന്നും കാണില്ല. ബട്ട് ഇഫ് വി ഗീവ് ദാറ്റ് ഫോർ എ ഫ്ലൂയിഡ്, അതിനെന്ത് ചെയ്യും? ഒരു ഡീഫോർമേഷൻ സംഭവിക്കും. അപ്പോൾ അതിൻ്റെ അല്ലെങ്കിൽ ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ, ഒരു ഡെഫിനിഷനായിട്ട് പറയും. എനിത്തിങ് ദാറ്റ് ക്യാൻ ഫ്ലോ ഈസ് കോൾഡ് എ ഫ്ലൂയിഡ്. അതിൽ ലിക്വിഡ്സും വരും, ഗ്യാസസും വരും. സോ സോളിഡും ലിക്വിഡും ആയിട്ടുള്ള ഒരു കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാൽ സോളിഡ്സ് ക്യാൻ റെസിസ്റ്റ് ഷിയർ സ്ട്രെസ്,
whereas fluids cannot resist shear stress and it has a fixed shape solids, and whereas a fluid does not have, it takes the shape of a container, and molecules are tightly packed in solids where molecules can move freely in a fluid. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്, ഇതൊരു നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പ്രീ റിക്വസ്റ്റ് ആയിട്ട് പണ്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളുടെ ഒരു റിവിഷൻ ആയിട്ടാണ് ഈ പറയുന്ന പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൽ സർട്ടൻ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് വീൽ സ്റ്റഡി അബൌട്ട് ഡെൻസിറ്റി, സ്പെസിഫിക് വെയിറ്റ്, സ്പെസിഫിക് വോളിയം, സ്പെസിഫിക് ഗ്രാവിറ്റി, വിസ്കോസിറ്റി. അത്രയാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടീസിൽ പഠിക്കേണ്ടത്. ഫസ്റ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്നതാണ്. ഡെൻസിറ്റി ഈസ് നത്തിങ് ബട്ട് മാസ് ബൈ വോളിയം, അല്ലേ? മാസിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. വോളിയത്തിൻ്റെ എന്താണ്? മീറ്റർ ക്യൂബ്. അപ്പോൾ കിലോഗ്രാംസ് പെർ മീറ്റർ ക്യൂബ് ആണ് നമ്മുടെ ഡെൻസിറ്റി. ഇനി ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാണ്? ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് 1000 കിലോഗ്രാംസ് പെർ മീറ്റർ ക്യൂബ്. ഡെൻസിറ്റി ഓഫ് മെർക്കുറി എത്രയാണ്? 13,600 കിലോഗ്രാംസ് പെർ മീറ്റർ ക്യൂബ്. അതിൻ്റെ ഒരു വോളിയത്തിൽ എത്ര ടൈറ്റ്ലി പാക്ഡ് ആണ് അതിൻ്റെ മാസ് എന്ന് കാണിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഡെൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മാസ് പെർ യൂണിറ്റ് വോളിയം, ഒരു യൂണിറ്റ് വോളിയത്തിൽ ഒക്കർ ചെയ്യുന്ന മാസ് എന്താണെന്നാണ് നമ്മൾ ഡെൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വിൽ സ്റ്റഡി അബൌട്ട് സ്പെസിഫിക് വെയിറ്റ്. ഇനി സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത് ഈസ് ദ വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം ഓഫ് എ ഫ്ലൂയിഡ്. അപ്പോൾ സ്പെസിഫിക് വെയിറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ സ്മോൾ w ആണ്. ഇറ്റ് ഈസ് റോ ഇൻറ്റു ജി. അതായത് ഡെൻസിറ്റിയെ നമ്മൾ എന്താണ് ഗ്രാവിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഒന്നുമല്ല. നമ്മളിപ്പോൾ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. വെയിറ്റ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? മാസിനെ ഗ്രാവിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് വെയിറ്റ് എന്ന് കിട്ടുന്നത്. ഇപ്പം നമ്മുടെ വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 80 kg ഉള്ള ഒരാളാണെങ്കിൽ 80 × 9.8 ആണ് നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് എന്താവും? ന്യൂട്ടൺ ആവും. അപ്പോൾ 80 kg ഉള്ള ഒരാൾ 10 ആണ് ഗ്രാവിറ്റി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അയാളുടെ വെയിറ്റ് എന്ന് പറയുന്നത് 800 ന്യൂട്ടൺ ആണ്. നമ്മൾ എഞ്ചിനീയറിംഗ് ടേംസ് ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാളോട് നിങ്ങളുടെ വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 80 ഉള്ള ആൾ 80 എന്നല്ല പറയാൻ, 800 ന്യൂട്ടൺ എന്നാണ് പറയാൻ. വേറെ നിങ്ങളുടെ മാസ് എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണെന്ന് പറയാൻ? 80 kg എന്ന് പറയാം. ഓക്കെ, സോ ആക്ച്വലി വെയിറ്റ് എന്ന് പറയുന്നത് മാസ് മൾട്ടിപ്ലൈഡ് ബൈ എന്താണ്? ഗ്രാവിറ്റിയാണ്. അപ്പം വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെന്ന് പറയണം? മാസ് പെർ യൂണിറ്റ് വോളിയം ആണ് എന്ത്? ഡെൻസിറ്റി. വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു എന്താണ്? ഗ്രാവിറ്റി. ഓക്കെ, ദെൻ അടുത്തതാണ് സ്പെസിഫിക് വോളിയം. സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത് ഈസ് ദ വോളിയം ഒക്യുപ്പൈഡ് ബൈ എ യൂണിറ്റ് മാസ്. അതായത് ഡെൻസിറ്റിയുടെ റെസിപ്രോക്കൽ ആണ് സ്പെസിഫിക് വോളിയം. ഓക്കെ, അതായത് 1 ഡെൻസിറ്റി. ഡെൻസിറ്റിയുടെ യൂണിറ്റ് കിലോഗ്രാംസ് പെർ മീറ്റർ ക്യൂബ് ആണെങ്കിൽ ഇതിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. അതായത് ഒരു യൂണിറ്റ് മാസ് ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് സ്പെസിഫിക് വോളിയം. ക്ലിയർ ആണല്ലോ? ഇനി ഒരു കാര്യം കൂടെ ഉള്ളൂ പഠിക്കാൻ ബേസിക്സ് ആയിട്ട്, അത് സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഈസ് നത്തിങ് ബട്ട് ഡെൻസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ടു ദി ഡെൻസിറ്റി ഓഫ് വാട്ടർ. എല്ലാ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? വാട്ടറിൻ്റെ ഡെൻസിറ്റി, അതായത് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ 1 ആണ്. 1/1 എല്ലാം വാട്ടറിൻ്റെ ടേംസിൽ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി എന്ന് പറയുന്നത് 13,600 ഡിവൈഡഡ് ബൈ 1000, ദാറ്റ് ഈസ് 13.6. അപ്പം അതിന് യൂണിറ്റ് ഇല്ല, ബിക്കോസ് എന്താണ്? രണ്ട് റേഷ്യോ ആയിട്ടുള്ള കമ്പാരിസൺ, ഡെൻസിറ്റി ആയിട്ട് സെയിം യൂണിറ്റിൻ്റെ കമ്പാരിസൺ ആയതുകൊണ്ട് അതിന് യൂണിറ്റ് ഇല്ല. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? സ്പെസിഫിക് ഗ്രാവിറ്റി. നെക്സ്റ്റ് വിൽ സീ അബൌട്ട് വിസ്കോസിറ്റി. നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി. സോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈസ് അബൌട്ട് വിസ്കോസിറ്റി ഓഫ് ഫ്ലൂയിഡ്സ്. വിസ്കോസിറ്റി ഇൻ സിമ്പിൾ ടേംസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ടു ഫ്ലോ. റെസിസ്റ്റൻസ് ടു ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ്, അതിനെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഒരു ഓയിൽ ഡ്രോപ്ലെറ്റ് നമ്മൾ എടുക്കുന്നു ഇപ്പോൾ ഇവിടെ, ദെൻ ഒരു വാട്ടർ ഡ്രോപ്ലെറ്റും എടുത്തു. ഇത് രണ്ടും നമ്മൾ എടുത്ത് ഒരു സ്ക്രീനിൽ വെച്ച് കഴിഞ്ഞാൽ ഓയിലും വെച്ചു വാട്ടറും വെച്ചു. ആദ്യം ഏത് ഈസിലി ഫ്ലോ ചെയ്യും? വാട്ടർ വിൽ ഫോൾ ഡൗൺ ഈസിലി, ബട്ട് ഓയിൽ വിൽ ടേക്ക് സം ടൈം. അതായത് റേസ് ഇപ്പോൾ വയ്ക്കുവാണെങ്കിൽ വാട്ടർ ആദ്യം എത്തുന്നു, ഓയിൽ പതുക്കെ എത്തുന്നുള്ളൂ. അതിൻ്റെ റീസൺ എന്താണ്? ബിക്കോസ് ഓയിൽ ഈസ് ഹാവിങ് മോർ വിസ്കോസിറ്റി. അപ്പോൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത് തന്നെ ഇതാണ് എക്സാമ്പിൾ. നമുക്ക് റെസിസ്റ്റൻസ് ടു ഫ്ലോ. ഓക്കെ, ക്ലിയർ. ഇനി ഓൾവേസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഫ്ലൂയിഡ് ഫ്ലോ ഇൻ ലെയേഴ്സ് ആണ്.
അതായത് ഇപ്പം വിസ്കോസിറ്റി എന്ന് പറയുന്ന ഒരു ടേം സോളിഡ്സിനില്ല. എന്തുകൊണ്ട്? ഫ്ലൂയിഡ്സിന് മാത്രം അത് വരുന്നു. ബിക്കോസ് നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത്. ഇറ്റ് ഫ്ലോ ഇൻ ലെയേഴ്സ്, സെപ്പറേറ്റ് ആയിട്ട് ഓരോ ലെയറിലാണ് ഫ്ലൂയിഡ് ഫ്ലോ മോഷൻ നടക്കുന്നത്. അപ്പം ഇതിൽ ഏറ്റവും സ്പീഡിൽ പോകാൻ പറ്റുന്ന ലെയർ ഏതാണ്? ഓഫ് കോഴ്സ് നമ്മുടെ ടോപ്പ് ലെയറിന് ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോവാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വെലോസിറ്റിയെ u+du എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള ലെയറിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ മേളിലുള്ള ഫ്ലൂയിഡിൻ്റെ വെയിറ്റ് കാരണം ഇറ്റ് കനോട്ട് ഗോ അറ്റ് u+du വെലോസിറ്റി. അതിനെക്കാട്ടിയും കുറച്ച് കുറഞ്ഞ വെലോസിറ്റി യുയിൽ പോകുന്നു. അപ്പോൾ ഈ രണ്ട് വെലോസിറ്റി ഡിഫറൻസ്, അതായത് ഒന്ന് യുയിൽ പോകുന്നു, ഒന്ന് u+duയിൽ പോകുന്നു. അതായത് ഒരെണ്ണം ഒരു സർട്ടൻ ഇൻക്രീസ്ഡ് വെലോസിറ്റി പോകുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം? ഇറ്റ് വിൽ കോസ് എ സ്ട്രെസ്. അതായത് ഒന്ന് ഒരു വെലോസിറ്റി ഒന്ന് കുറഞ്ഞ വെലോസിറ്റിയും പോകുമ്പോൾ അവിടെ ഒരു തെന്നൽ നടക്കുന്നു, അതായത് ഒരു തെന്നി പോകുന്ന ഒരു ഫീല് കിട്ടുന്നു. അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. ഷിയർ സ്ട്രെസ് വിച്ച് ഈസ് ഗിവൺ ബൈ റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ ടോ. അപ്പോൾ ഈ ടോയിനെ പറ്റിയോ ഷിയർ സ്ട്രെസ്സിനെ പറ്റിയോ ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന അടുത്ത സബ്ജക്റ്റിൽ നമ്മൾ കാണും. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ്സസ് ഒക്കെ. അപ്പോൾ ഈ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്ന ടോ അവിടെ ഡെവലപ്പായി. എന്തുകൊണ്ട്? ഈ ഒരു വെലോസിറ്റി ഗ്രേഡിയൻ്റ് കാരണം അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ വെലോസിറ്റി കാരണം അവിടെ എന്തുണ്ടായി? ഒരു ഷിയർ സ്ട്രെസ് ഉണ്ടായി. ഇനി ഈ ഫിഗർ ഒന്ന് നോക്കുക. ഇവിടെ ഏറ്റവും ഹയസ്റ്റ് ഇവിടെ ഇത് കുറഞ്ഞ് ഇവിടെ എത്തുമ്പോൾ ഇറ്റ് ബിക്കംസ് ഈക്വൽ ടു ബൗണ്ടറി ലെയർ വെലോസിറ്റി. ഈ ബൗണ്ടറി ലെയറിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ പഠിക്കും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? വെൻ ഇറ്റ് കെയിം ക്ലോസ് ടു ബൗണ്ടറി, അവിടുത്തെ വെലോസിറ്റി എന്തായി? ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദി ബൗണ്ടറി ലെയർ വെലോസിറ്റി. അതായത് ബൗണ്ടറി എത്ര വെലോസിറ്റിയിലാണോ അതുപോലെ ഇരിക്കും. ഇപ്പോൾ ബൗണ്ടറി നോട്ട് ഫ്ലോയിങ് ആണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം 0 വെലോസിറ്റി. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഇതിനിടയിൽ നമുക്ക് ഈ രണ്ട് നമ്മൾ കൺസിഡർ ചെയ്ത ലെയേഴ്സിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് dy എന്ന് പറയുന്നത്. ക്ലിയർ ആണോ dy എന്താണെന്ന്? അതായത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലെയേഴ്സ്, നമ്മൾ കൺസിഡർ ചെയ്ത ലെയേഴ്സിൻ്റെ ഡിസ്റ്റൻസിനെ dy എന്നും ഈ രണ്ട് ലെയറിൻ്റെ ഡിഫറൻസ് ഇൻ വെലോസിറ്റിയെ du എന്നും നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ടോ അവിടെ ഉണ്ടാവുന്ന, അപ്പം ഞാൻ പറഞ്ഞു ഈ പറയുന്ന വെലോസിറ്റി ഗ്രേഡിയൻറ്റ് അല്ലെങ്കിൽ വെലോസിറ്റി ഡിഫറൻസ് കാരണം നമുക്ക് എന്ത് പറ്റും? വെലോസിറ്റി ഡിഫറൻസ് കാരണം ഈ പറയുന്ന വെലോസിറ്റി ഡിഫറൻസ് കാരണമാണ് അവിടെ എന്തുണ്ടായത്? ഈ പറയുന്ന ഒരു ഷിയർ സ്ട്രെസ് അവിടെ ഡെവലപ്പായി വന്നത് അല്ലേ? അപ്പം ഈ ഷിയർ സ്ട്രെസ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദിസ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ് du/dy. അപ്പം ഈ വെലോസിറ്റി ഗ്രേഡിയൻറ്റിൻ്റെ പ്രൊപ്പോർഷണൽ ആയിരിക്കും അവിടെ ഉണ്ടാവുന്ന ഷിയർ സ്ട്രെസ്. ഈ ലോയെയാണ് നമ്മൾ വി കോൾ ഇറ്റ് ആസ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി അപ്പോൾ പറയുന്നത് എന്താണ്? ദ ഷിയർ സ്ട്രെസ് ഫോംഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഷിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്നൊക്കെ ഇതിനെ പറയും. അപ്പോൾ ഈ ഷിയർ സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു du/dy എന്ന് എഴുതുന്ന ഈ ഇക്വേഷനെയാണ് നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നതും. ഇതിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം? ടോ ഈസ് ഈക്വൽ ടു mu ഇൻറ്റു du/dy എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആണോ? ടോയെ നമുക്ക് എങ്ങനെ എഴുതാം? du/dy എന്ന് എഴുതാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ ഇതുവരെ മനസ്സിലായി? എന്താണ് വിസ്കോസിറ്റി എന്ന് മനസ്സിലായി. വിസ്കോസിറ്റിയുടെ ബേസിക് ഇക്വേഷൻ ആരാണ് പറയുന്നത്? ഫ്രം ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്താ പറഞ്ഞ്? ടോ പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയൻറ്റ് അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ടു ഷിയർ സ്ട്രെയിൻ. ആൻഡ് അവിടെ നമുക്ക് കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി കൊണ്ടുവരാം. ദാറ്റ് mu ഈസ് കോൾഡ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി or it is called dynamic viscosity or it is also called as absolute viscosity. ഈ എല്ലാ പേരിലും പറയുന്ന ഈ ഒരു വിസ്കോസിറ്റി 3 പേരുണ്ട്. കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയാം, ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറയാം, അബ്സല്യൂട്ട് വിസ്കോസിറ്റി എന്ന് പറയാം. അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇതിൻ്റെ യൂണിറ്റ് ആണ്. യൂണിറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ ടേമും നമ്മൾ ഇനി ഫ്ലൂയിഡ് മെക്കാനിക്സിൽ മെയിനായിട്ട് പഠിക്കേണ്ടത് ഈസ് അബൌട്ട് യൂണിറ്റ്. നമ്മളിപ്പോൾ ഈ ഒരു ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഓരോ ടേമിനും ഓരോ യൂണിറ്റ്സ് ഉണ്ട്.
ടോ എന്താണ് യൂണിറ്റ്, ഡി യു എന്താണ് യൂണിറ്റ്, ഡി വൈ എന്താണ് യൂണിറ്റ്. നമുക്കപ്പോൾ ഈ 3 ടേമിൻ്റെ യൂണിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കാം, പുതിയ ടേമിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കാം. ഇപ്പം ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, എന്താണ്, ഫോഴ്സ് ഈസ് ന്യൂട്ടൺ. വെലോസിറ്റി ഡിഫറൻസ് ഡി യു എന്ന് പറയുന്ന ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലേ, അത് നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്നതാണ്, എന്താണ്, മീറ്റർ പെർ സെക്കൻഡ്. ഡി വൈ എന്ന് പറയുന്നത് എന്താണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലെയേഴ്സ്, അതിൻ്റെ യൂണിറ്റ് എന്താണ്, മീറ്റർ. അപ്പോൾ ഇത് രണ്ടും നമുക്കറിയാം. ഇപ്പോൾ പുതിയതായിട്ട് പഠിച്ച ഒരു ടേമാണ് ഷിയർ സ്ട്രെസ്. ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ഷിയർ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ പുതിയൊരു ടേമാണ് സ്ട്രെസ്. അപ്പോൾ സ്ട്രെസ് എന്താണെന്ന് ഇപ്പോഴും അറിഞ്ഞിരിക്കുക, സ്ട്രെസ് ഈസ് ഫോഴ്സ് ആക്ടിങ് പെർ ഏരിയ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ഫോഴ്സ് ആക്ടിങ് പെർ ഏരിയ. അപ്പോൾ ഇതിൽ നിന്ന് ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്, ന്യൂട്ടൺ പെർ ഏരിയ എന്താണ്, മീറ്റർ സ്ക്വയർ. ക്ലിയർ ആണോ? അപ്പോൾ സ്ട്രെസ് നിങ്ങൾ പുതിയതായിട്ട് പഠിക്കുന്ന ഒരു ടേമാണ്. അതിന് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് പഠിക്കുമ്പോൾ അതിനകത്ത് മോസ്റ്റിൽ നിങ്ങൾ ഫുൾ കേൾക്കാൻ പോകുന്നത് സ്ട്രെസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് റിലേറ്റീവ്ലി നിങ്ങൾക്ക് ആ ടേം ഭയങ്കരമായിട്ട് കേൾക്കുന്നത് കൊണ്ട് ഒരു പുതിയ ടേം അല്ലാണ്ടായിക്കോളും. ഇപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ക്ലാസ്സിൽ കേൾക്കുന്നതുകൊണ്ട് ഈ ഒരു വാക്ക് നിങ്ങൾക്ക് പുതിയതായിട്ട് തോന്നും. ഒന്നുമല്ല, ഇപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് തന്നെ നമ്മളിപ്പോൾ ഒരു മാഗ്നിറ്റ്യൂഡ് ആലോചിക്കുക. ഈ ഒരു പെന്നിൻ്റെ പുറത്ത് ഞാൻ 100 കിലോ എടുത്തു. ഈ 100 കിലോ ഇതിൻ്റെ പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ പൊട്ടിപ്പോവും. അതേ 100 കിലോ ഞാൻ സർഫസ് നമ്മളെ എർത്തിൽ ഗ്രൗണ്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് അറിയുപോലുമില്ല. അപ്പോൾ ഫോഴ്സ് ആസ് സച്ച് നമ്മളെ അടുത്ത് ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഫോഴ്സ് എത്ര ഏരിയയിൽ ആക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് എ ലോട്ട് ഓഫ്, എന്താണ്, ഭയങ്കര ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് കിട്ടും. അത് അവിടെ റിസ്ക് ആണോ, അതായത് ഇപ്പം പെന്നിൻ്റെ പുറത്ത് 100 കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ഏരിയയിൽ വലിയ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അപ്പം സ്ട്രെസ്സിൻ്റെ വാല്യൂ ഹ്യൂജ് ആയിരിക്കും. ഈ പറയുന്ന 100 കിലോ ന്യൂട്ടൺ ഞാൻ താഴെ ഗ്രൗണ്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ് നടക്കുന്നത്, വലിയ ലാർജർ ഏരിയ ഉണ്ട്. അപ്പോൾ ഈ ലാർജ് ഏരിയ ഉള്ളത് കൊണ്ട് അവിടെ എന്ത് സംഭവിക്കും, ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ ഹോൾ ഏരിയ. അപ്പോൾ സ്ട്രെസ് വാല്യൂ നെഗ്ലിജിബിൾ ആയിരിക്കും. അപ്പം ഒരു റിസ്ക് കണ്ടീഷൻ അവിടെ ഇല്ല. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മൾ എവിടെ മനസ്സിലാക്കേണ്ടത്, സ്ട്രെസ് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം. എത്ര ഏരിയയിൽ അത് ആക്ട് ചെയ്യുന്നു, അത് ഡേഞ്ചർ ആണോ ഡേഞ്ചർ അല്ലേ എന്ന് നമുക്ക് സ്ട്രെസ് കാരണം മനസ്സിലാക്കാൻ പറ്റും. സോ സ്ട്രെസ് കംസ് വിത്ത് ഏരിയ, ഫോഴ്സ് കംസ് വിത്തൗട്ട് ഏരിയ. അപ്പോൾ ഏരിയ ഇല്ലാണ്ട് ഒരു സാധനം ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മളോടൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ അത് എത്ര ഏരിയയിലാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എൻജിനീയറിംഗ് ടേംസിൽ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഇനി അങ്ങോട്ട് 3 കൊല്ലം കാണാൻ പോകുന്നതെല്ലാം ബേസ്ഡ് ഓൺ സ്ട്രെസ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ. അപ്പം സ്ട്രെസ് നമുക്ക് എന്താണെന്ന് മനസ്സിലായി, ഫോഴ്സ് പെർ ഏരിയ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പം ഇതിൻ്റെ ഓരോന്നിൻ്റെ യൂണിറ്റ് ഇപ്പോൾ അറിയാമല്ലോ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, മീറ്റർ പെർ സെക്കൻഡ്, മീറ്റർ. അപ്പോൾ ടോ ഈക്വൽ ടു എങ്ങനെ വരും, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ടോയ്ക്ക് പകരം ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യുവിന് പകരം മീറ്റർ പെർ സെക്കൻഡ്, ഡി വൈക്ക് പകരം മീറ്റർ ക്യാൻസൽ. ഈ സെക്കൻഡ് മേളിൽ പോയി കഴിഞ്ഞാൽ ന്യൂട്ടൺ സെക്കൻഡ്സ് പെർ മീറ്റർ സ്ക്വയർ ആണ് മ്യൂവിൻ്റെ യൂണിറ്റ്. മനസ്സിലായോ? അപ്പം ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം, ഇറ്റ് ഈസ് ന്യൂട്ടൺ സെക്കൻഡ്സ് പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ നിങ്ങളോട് ഇനി ക്വസ്റ്റ്യനിൽ തരുന്ന സമയത്ത് ഒരിക്കലും ഇത് എന്തെന്ന് പറഞ്ഞ് തരില്ല, യൂണിറ്റ് എന്താണ്, ഇപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ്സ് പെർ മീറ്റർ സ്ക്വയറിലായിരിക്കില്ല പ്രോബ്ലം ചെയ്യുമ്പോൾ തരുന്നത്, ബട്ട് ദേ വിൽ ഗീവ് യു ഇൻ പോയ്സ്. അപ്പോഴും അറിഞ്ഞിരിക്കുക, അതായത് ഇത് SI യൂണിറ്റ് ആണ്, CGS യൂണിറ്റ് ആണ് പോയ്സ്. 1 പോയ്സ് ഈസ് ഈക്വൽ ടു 1/10 ന്യൂട്ടൺ സെക്കൻഡ്സ് പെർ മീറ്റർ സ്ക്വയർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ഇത്. അറിയാതെ പരീക്ഷയ്ക്ക് പോകരുത്. CGSൽ വിസ്കോസിറ്റിയുടെ യൂണിറ്റ് 1 പോയ്സ് ആണ്. പോയ്സിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് പഠിക്കാതെ പോയാൽ ആ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റൂല. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. നിങ്ങളൊരു കീനോട്ട് വാങ്ങിച്ച് എഴുതി വയ്ക്കുക. ഇപ്പോൾ എത്ര ഇക്വേഷനായി, നമ്മൾ ഇതൊരു ഇക്വേഷൻ വിസ്കോസിറ്റിയുടെ പഠിച്ചു, ഈ ഒരു യൂണിറ്റ് പഠിച്ചു, ഇങ്ങനെ 1, 2 എന്ന് പറഞ്ഞ് ഇപ്പോൾ വിസ്കോസിറ്റി പഠിക്കുമ്പോൾ തന്നെ ഇപ്പോൾ 2 ഇക്വേഷനായി. ഇനി നമ്മൾ മാനോമീറ്ററിലോട്ട് പോകുമ്പോൾ 3-4 ഇക്വേഷൻസ് ആവും. അപ്പോൾ ഇതെല്ലാം എഴുതി വരുമ്പോൾ നമുക്കൊരു മൊഡ്യൂൾ തീരുമ്പോൾ നിങ്ങൾക്ക് കൂടിപ്പോയി ഒരു 10-12 ഇക്വേഷൻസ് കാണും ബൈ ഹാർട്ടായിട്ട് പഠിക്കാൻ. അതിൻ്റെ യൂണിറ്റ്സ് ഉൾപ്പെടെ നമ്മൾ കാണാതെ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ FM ഭയങ്കര സിമ്പിളാണ് പഠിക്കാൻ. ഇങ്ങനെ പഠിക്കാവൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു വിസ്കോസിറ്റി പഠിച്ചു. ഇനി അതുപോലെ പഠിക്കേണ്ട വേറൊരു വിസ്കോസിറ്റിയാണ് കൈനമാറ്റിക് വിസ്കോസിറ്റി. നമ്മളൊരു ഡയറക്റ്റ് സർട്ടൻ പ്രോബ്ലത്തിൽ നമ്മുടെ ഡൈനാമിക് വിസ്കോസിറ്റി അല്ല കണ്ടുപിടിക്കാൻ, വി നീഡ് ടു ഫൈൻഡ് കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റെപ്രസെൻറ്റഡ് ബൈ ന്യൂ.
ന്യൂ ഇസ് ഈക്വൽ ടു മ്യൂ ബൈ റോ. നമ്മൾ നേരത്തെ ഡെൻസിറ്റി എന്ന് പറഞ്ഞൊരു ടേം പറഞ്ഞായിരുന്നു. ഇപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ഡൈനാമിക് വിസ്കോസിറ്റി പറഞ്ഞു. അപ്പോൾ ഈ ഡൈനാമിക് വിസ്കോസിറ്റി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ചെയ്യുന്നതിനെയാണ് നമ്മൾ കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ കൈനമാറ്റിക് വിസ്കോസിറ്റി തന്നിട്ട് നമ്മളടുത്ത് ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട. അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മ്യൂ കിട്ടും. മ്യൂയിൽ നിന്ന് നമുക്ക് ടോ കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇതിൻ്റെ യൂണിറ്റ് അറിഞ്ഞിരിക്കുക, മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. ഏതിൻ്റെ യൂണിറ്റ്? കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ. ഓക്കെ, അപ്പം ഈ പുതിയ ടേം മനസ്സിലായല്ലോ. എന്തൊക്കെ മനസ്സിലായി നമുക്ക്? കൈനമാറ്റിക് വിസ്കോസിറ്റി, അനദർ ഒരു ഇക്വേഷൻ. അപ്പോൾ 3 ഇക്വേഷനായി ഇപ്പം നമ്മൾ പഠിക്കുന്നത് തന്നെ. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി പഠിച്ചു, ടോയുടെ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് ബൈ ഏരിയ എന്ന് പഠിച്ചു. ദെൻ ഡൈനാമിക് വിസ്കോസിറ്റിയുടെ പോയ്സിൻ്റെ ഇക്വേഷൻ പഠിച്ചു. ഇപ്പോൾ കൈനമാറ്റിക് വിസ്കോസിറ്റി 4 കീനോട്ടിൽ എഴുതാനുള്ള ഇക്വേഷൻസ് ഇപ്പോൾ തന്നെ പഠിച്ചു. ഓക്കെ, സോ ഇത് ഇത്രയും അറിയാമെങ്കിൽ നമുക്കിനി പ്രോബ്ലം ചെയ്ത് പഠിക്കാം. അപ്പോൾ പ്രോബ്ലം ചെയ്യുന്ന വഴിക്ക് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? എ പ്ലേറ്റ് 0.025 mm ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സഡ് പ്ലേറ്റ്. അതായത് നമുക്കൊരു ഫിക്സഡ് പ്ലേറ്റ് ഉണ്ട്. അപ്പം ഇവിടുത്തെ ഒരു പ്ലേറ്റ് അറ്റ് 60 mm ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സഡ് പ്ലേറ്റ് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് മൂവിങ് പ്ലേറ്റ് ആയിട്ട് എടുക്കാം. മൂവ്സ് അറ്റ് 60 centimeter per second. This distance is 0.025 mm. ആൻഡ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര ഫോഴ്സ് കൊടുക്കണം? ഇറ്റ് റിക്വയർസ് 2 Newton per meter square to maintain this speed. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ഇതിൽ വലിയൊരു സംഗതി ഈ ഓരോ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണെങ്കിലും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആണെങ്കിലും നമ്മൾ ഈ ഡയലോഗ്സ് വായിച്ച് എന്താണ് ക്വാണ്ടിറ്റി എന്ന് മനസ്സിലാക്കാൻ നിൽക്കരുത്. നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെ യൂണിറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് ഏത് പാരാമീറ്റർ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, ഇവിടെ 60 centimeter per second എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ചേഞ്ച്. അപ്പോൾ അത് നമുക്ക് 0.6 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? ഒരു സെൻറ്റിമീറ്റർ 100 സെൻറ്റിമീറ്റർ ആണ് ഒരു മീറ്റർ അല്ലേ? കൺവേർഷൻസ് അറിഞ്ഞിരിക്കാമോ? 100 centimeter ഈസ് 1 meter. സോ 1 centimeter ഈസ് 10⁻² meter. അപ്പോൾ 60 ഇൻറ്റു എന്ത് വരും? 10⁻² മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാം. ഓക്കെ, അതിനെയാണ് ഞാൻ 0.6 എന്ന് എഴുതിയത്. ദെൻ dy എന്ന് പറയുന്നത് നമുക്കിവിടെ തന്നിരിക്കുന്നത് എത്രയാണ്? 0.025 mm. അപ്പോൾ അത് 1 mm എന്ന് പറയുന്നത് എത്രയാണ്? 10⁻³ മീറ്റർ ആണ്. അപ്പോൾ ദിസ് ബിക്കംസ് 0.025 ഇൻറ്റു 10⁻³ മീറ്റർ. ഓക്കെ, ഇനി നമുക്ക് ഈ തന്നിരിക്കുന്ന 2 Newton per meter square എന്ന് പറയുന്നത് എന്താണ്? ഷിയർ സ്ട്രെസ് ആണ്. ടോ ഈസ് ഗിവൺ ആസ് 2 Newton per meter square അല്ലേ? അതാണ് ഈ ഫോഴ്സ് ഓഫ് 2 Newton per യൂണിറ്റ് ഏരിയ. അപ്പം പലരും വിചാരിക്കുക അത് ഫോഴ്സ് ആണെന്ന്. അപ്പം നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. ഫോഴ്സ് ഓഫ് 2 Newton per യൂണിറ്റ് ഏരിയ. അപ്പം യൂണിറ്റ് എന്താണ് വരുന്നത്? 2 Newton per meter square. അതെന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് നോട്ട് ഫോഴ്സ്, ഇറ്റ്സ് സ്ട്രെസ്. അപ്പോൾ യൂണിറ്റ് ശ്രദ്ധിക്കുക, നമുക്ക് എന്ത് തെറ്റില്ല, നമ്മൾ എഴുതുന്ന പാരാമീറ്റേഴ്സ് മാറിപ്പോയില്ല. അപ്പോൾ ടോ നമുക്ക് ഷിയർ സ്ട്രെസ് ഡയറക്ട്ലി 2 Newton Newton per meter square എന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്? ഡിറ്റർമിൻ ദി ഫ്ലൂയിഡ് വിസ്കോസിറ്റി ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. അതായത് ഈ രണ്ട് പ്ലേറ്റ്സിന് ഇടയ്ക്കുള്ള ഈ ഒരു ഫില്ല് ചെയ്തിരിക്കുന്ന ഓയിലിൻ്റെ എന്താ ചോദിച്ചിരിക്കുന്നത്? വിസ്കോസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ. അതായത് നമുക്കിപ്പം ബേസിക്കലി വിസ്കോസിറ്റിയുടെ പർപ്പസ് തന്നെ എന്താണ്? നമ്മൾ രണ്ട് പ്ലേറ്റ്സ് തമ്മിൽ നമ്മുടെ ഈ മോളിലും ഡൊമസ്റ്റിക് എയർപോർട്ടിലോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ എയർപോർട്ട്സിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഈ ബാഗേജ് ഒക്കെ വരുന്ന ഒരു ഒരു ബെൽറ്റ് ഉണ്ട്. അപ്പോൾ ആ ബെൽറ്റ് എന്ന് പറയുന്ന ഒരു സാധനം എപ്പോഴും ഒരു ഫിക്സഡ് പ്ലേറ്റിൻ്റെ മുകളിൽ കൂടെയല്ലേ നമ്മൾ വലിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ വിത്തൗട്ട് ഫ്രിക്ഷൻ നമ്മളിങ്ങനെ ഒരു പ്ലേറ്റ് വലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ രണ്ട് പ്ലേറ്റ്സിനിടയിൽ ഒരു ഓയിൽ അല്ലെങ്കിൽ വിസ്കോസിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ഫിൽഡ് അല്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വലിക്കുമ്പോൾ ഇവിടെ ഫ്രിക്ഷൻ ഉണ്ടായി, ഹീറ്റായി ഈ ബെൽറ്റ് വേറെ ടയർ വന്ന് ചീത്തായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു സ്മൂത്ത് ഫ്രിക്ഷൻ ഇല്ലാണ്ട് സ്മൂത്ത് ആയിട്ട് ട്രാവൽ ചെയ്ത് പോകണമെങ്കിൽ വി ഹാവ് ടു ഫിൽ വിത്ത് സം
വിസ്കസ് ഓയിൽസ്, ആ ഒരു വിസ്കോസിറ്റി ഉള്ള ഓയിലാണ് നമ്മൾ എവിടെ ഫില്ല് ചെയ്തിരിക്കുന്നത്, ഇതിനകത്ത് ഫില്ല് ചെയ്യേണ്ടത്. അപ്പം എത്ര വിസ്കോസിറ്റി ഉള്ള ഓയിൽ ഫില്ല് ചെയ്യണം എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഇക്വേഷനാണ് ടോ ഈസ് ഈക്വൽ ടു എന്താണ്, മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ. അപ്പോൾ അതിൽ നമുക്ക് ടോയുടെ വാല്യൂ ഇപ്പോൾ 2 അറിയാം, മ്യൂ എന്താണെന്ന് അറിയാം, മ്യൂ അറിയില്ല, ഇൻറ്റു ഡി യു എത്രയാണ് 60 ഇൻറ്റു 10⁻⁻² ഡിവൈഡഡ് ബൈ 0.025 ഇൻറ്റു 10⁻³ സോൾവ് ചെയ്യുമ്പോൾ മ്യൂവിൻ്റെ വാല്യൂ നമുക്ക് 8.33 ഇൻറ്റു 10⁻⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, ന്യൂട്ടൺ സെക്കൻഡ്സ് പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ്സ് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ്, നമുക്ക് വേണമെങ്കിൽ പോയ്സിലും പറയാം. സോ മ്യൂ ഇസ് ഈക്വൽ ടു 8.33 ഇൻറ്റു 10⁻⁴ പോയ്സ് എന്ന് പറയാം. അപ്പോൾ ഇതിനെ തിരിച്ച് ബാക്ക് ടു കൺവേർട്ട് ചെയ്യുമ്പോൾ ന്യൂട്ടൺ സെക്കൻഡ്സ് പെർ മീറ്റർ സ്ക്വയറിൽ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് പ്രോബ്ലം. ഇങ്ങനത്തെ പ്രോബ്ലംസ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഓരോ ക്വാണ്ടിറ്റി എങ്ങനെയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എഴുതാൻ നമുക്ക് ഭയങ്കര സിമ്പിളാണ്. സി അവർ സെക്കൻഡ് പ്രോബ്ലം. സെക്കൻഡ് പ്രോബ്ലത്തിൽ എന്താ കണ്ടുപിടിക്കേണ്ട, കൈനമാറ്റിക് വിസ്കോസിറ്റി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് കൈനമാറ്റിക് വിസ്കോസിറ്റി, മ്യൂ ബൈ റോ. അപ്പോൾ നമുക്ക് മ്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കാം, കൈനമാറ്റിക് വിസ്കോസിറ്റി കണ്ടുപിടിക്കാം. Of an oil having density is given by 981 kilograms per meter cube. The shear stress at a point in an oil is given by 0.2452 newtons per meter square. And the velocity gradient ഞാൻ Newton's laws of viscosity പറഞ്ഞപ്പോൾ പറഞ്ഞു, it is given by du by dy is given as 0.2 per second. അപ്പോൾ നമുക്കിപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്, വി നീഡ് ടു ഫൈൻഡ് ദി കൈനമാറ്റിക് വിസ്കോസിറ്റി. അപ്പോൾ നമുക്ക് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. സോ ഡൈനാമിക് വിസ്കോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, കൈനമാറ്റിക് വിസ്കോസിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ ഡൈനാമിക് വിസ്കോസിറ്റിയുടെ റിലേഷൻ എന്താണ്, മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ. അതിൽ ടോയുടെ യൂണിറ്റ് എന്താണ്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, ചേഞ്ച് ഒന്നും വേണ്ട, 0.2452 അതുപോലെ എഴുതാം. മ്യൂ ഇൻറ്റു ഈ ഡി യു ബൈ ഡി വൈ ആണ് ഇവിടെ ഡയറക്റ്റ്ലി എന്തെന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്, വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. വെലോസിറ്റി ഗ്രേഡിയൻറ്റിൻ്റെ യൂണിറ്റ് എന്താ, മീറ്റർ പെർ സെക്കൻഡ് ബൈ മീറ്റർ അല്ലേ, ഡി യു ബൈ ഡി വൈ. അപ്പോഴാണ് നമുക്ക് പെർ സെക്കൻഡ് അതിൻ്റെ യൂണിറ്റ് കിട്ടുന്നത്. സോ ഇറ്റ് ക്യാൻ ബി ഡയറക്റ്റ്ലി എന്തെന്ന് എഴുതാം, 0.2. സോ ഇവിടെ സോൾവ് ചെയ്യുമ്പോൾ മ്യൂവിൻ്റെ വാല്യൂ നമുക്ക് 1.25 ന്യൂട്ടൺ സെക്കൻഡ്സ് പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇനി അതിൽ നിന്ന് ന്യൂ കണ്ടുപിടിക്കാനായിട്ട് 1.25 ഡിവൈഡഡ് ബൈ 981 സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 0.125 ഇൻറ്റു 10⁻² മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് കിട്ടും അല്ലേ. ഇതാണ് നമ്മുടെ എന്തിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ്, കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ. അപ്പോൾ കൈനമാറ്റിക് വിസ്കോസിറ്റി നമുക്ക് എന്തെന്ന് കിട്ടി, 0.125 ഇൻറ്റു 10⁻². ഓക്കെ, ഇനി നമ്മുടെ തേർഡ് പ്രോബ്ലം നോക്കാം. തേർഡ് പ്രോബ്ലത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, 2 large plane surfaces are 2.4 meter apart. അപ്പോൾ 2.4 meter apart ഉള്ള 2 പ്ലെയിൻ സർഫസസ്. ഓക്കെ, ഒരു സർഫസ് ഓക്കെ, ഈ 2 സർഫസസും ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഈ എത്ര ഡിസ്റ്റൻസ് എപ്പാർട്ടാണ്, ദീസ് ആർ അറ്റ് 2.4 സെൻറ്റിമീറ്റർ അല്ലേ, 2.4 സെൻറ്റിമീറ്റർ എപ്പാർട്ടായിട്ടാണ് ഈ 2 സർഫസസ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്നത് ദ സ്പേസ് ബിറ്റ്വീൻ ദ സർഫസ് ഇസ് ഫിൽഡ് വിത്ത് ഗ്ലിസറിൻ. അതായത് ഇതിനിടയിൽ നമ്മൾ ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്, ഗ്ലിസറിൻ ആണ് ആ ഫ്ലൂയിഡ്. ഓക്കെ, ദെൻ വാട്ട് ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു ഡ്രാഗ് എ വെരി തിൻ പ്ലേറ്റ്. ഒരു തിൻ പ്ലേറ്റ് നമ്മൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യുക. ഈ ഒരു തിൻ പ്ലേറ്റ് ഇതിനകത്തൂടെ ഡ്രാഗ് ചെയ്യണം വിത്ത് സർഫസ് ഏരിയ. ഇതിൻ്റെ സർഫസ് ഏരിയ എ ഈസ് ഈക്വൽ ടു 0.5 സ്ക്വയർ മീറ്റർ സ്ക്വയർ ആണ്. ദെൻ അറ്റ് എ സ്പീഡ് ഓഫ് 0.6 മീറ്റർ പെർ സെക്കൻഡ്. ഇനി കേസ് 1 ആയിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമുക്ക് ഫസ്റ്റ് കേസ് ആയിട്ട് സോൾവ് ചെയ്യാം. കേസ് 1 പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ തിൻ പ്ലേറ്റ് ഈസ് ഇൻ ദ മിഡിൽ ഓഫ് 2 സർഫസ്. അതായത് മിഡിൽ എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് എത്ര വരും, ദിസ് ഡിസ്റ്റൻസ് ഈസ് 1.2 ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഈസ് 1.2 അല്ലേ.
അതായത് ടോട്ടൽ പ്ലേറ്റിന് 2.4 ആണ് ഗ്യാപ്പ്, മിഡിൽ എന്ന് പറയുമ്പോൾ മേളിൽ 1.2 താഴെ 1.2. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കും ചിലപ്പോൾ ഇതിൻ്റെ പ്ലേറ്റിന് ഒരു വിഡ്ത്ത് ഉണ്ടെങ്കിൽ, പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എന്താണ് 2 ലാർജ് പ്ലെയിൻസസ്, നമുക്ക് ഇവിടെ ഒരു തിൻ പ്ലേറ്റ് എന്ന് പറയുന്നു. സോ ഈ രണ്ട് പ്ലേറ്റിൻ്റെ ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് എ വെരി തിൻ പ്ലേറ്റ്, സോ അതിൻ്റെ വിഡ്ത്ത് ക്യാൻ ബി നെഗ്ലക്റ്റഡ്. ഓക്കെ, അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇഫ് ദിസ് തിൻ പ്ലേറ്റ് ഈസ് ഇൻ ദ മിഡിൽ ഓഫ് ദി 2 പ്ലെയിൻ സർഫസസ് ദെൻ ഡൈനാമിക് വിസ്കോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, വാട്ട് ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു ഡ്രാഗ് എ വെരി തിൻ പ്ലേറ്റ്. അപ്പോൾ എത്ര ഫോഴ്സ് ആണ് ഇവിടെ വരുന്നത് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫോഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. കേസ് 1 ഫോഴ്സ് എത്രയാണ് ഇൻ ഓർഡർ ടു ഡ്രാഗ് ദിസ് പ്ലേറ്റ് അറ്റ് എത്രയാണ്, ഒരു 0.6 മീറ്റർ പെർ സെക്കൻഡിൽ നമുക്ക് ഫോഴ്സ് കൊടുത്ത് വലിക്കാനായിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ മേളിൽ നിന്നും താഴെ നിന്നും, അതായത് ഈ രണ്ട് സർഫസിൻ്റെ മേളിൽ ഒരു വിസ്കസ് ഫ്ലൂയിഡ് ഉണ്ട്, ഇവിടെ ഒരു വിസ്കസ് ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഫ്ലൂയിഡ്സും ഇതിനെന്ത് കൊടുക്കും, ഒരു റെസിസ്റ്റൻസ് കൊടുക്കും. അപ്പോൾ ഈ രണ്ട് റെസിസ്റ്റൻസ് കാരണവും ഇവിടെ ഒരു ഷിയർ സ്ട്രെസ് τ1 ഉണ്ടാകുന്നുണ്ട്, ഇവിടെ ഒരു സ്ട്രെസ് τ2 ഉണ്ടാകുന്നുണ്ട്. ബട്ട് ഇത് സിമെട്രിക് ആയത് കാരണം ഈ രണ്ടും സെയിം ആയിരിക്കും. അപ്പോൾ τ1 ഇവിടെ ഈക്വൽ ടു എന്തായിരിക്കും, τ2 ആയിരിക്കും. അപ്പോൾ ടോട്ടൽ ആക്ട് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് എന്തായിരിക്കും, ഈ τ1 പ്ലസ് എന്താണ് ഇവിടുത്തെ τ2 ആണ്. അപ്പോൾ ടോട്ടൽ τ ഈസ് ഈക്വൽ ടു τ1 പ്ലസ് τ2. അപ്പോൾ അതിനെ ഫോഴ്സ് ആക്കാനായിട്ട് τ ഈസ് ഈക്വൽ ടു എന്താണെന്നറിയാം, ഫോഴ്സ് ബൈ ഏരിയ, ഓർ എഫ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതണം, τ ഇൻറ്റു ഏരിയ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ, ഇതിൻ്റെ ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമുക്ക് τ1 എങ്ങനെ കണ്ടുപിടിക്കാം, τ1 ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു du ബൈ dy അല്ലേ. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു τ1 എങ്ങനെ വരും, മ്യൂവിൻ്റെ വാല്യൂ എത്ര വന്നിട്ടുണ്ട്, ഡൈനാമിക് വിസ്കോസിറ്റി 8.1 ഇൻറ്റു 10⁻⁴ ഇൻറ്റു du എന്ന് പറയുന്നത് വെലോസിറ്റി എത്രയാണ്, 0.6 മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ഏരിയ എത്ര, ഇതിൻ്റെ ഈ പറയുന്ന ഡിസ്റ്റൻസ് dy എത്രയാണ്, dy ഇവിടെ മേളിൽ 1.2 ആണ്, dy ഈസ് 1.2 സെൻറ്റിമീറ്റർ ആണ്, വിച്ച് ഇസ് 1.2 ഇൻറ്റു 10⁻⁻² മീറ്റർ. സോ ഇവിടെ 1.2 ഇൻറ്റു 10⁻⁻² മീറ്റർ. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് τ1ൻ്റെ ആൻസർ 40.5 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. സോ ഇത് F1 എന്ന് പറയുന്നത് എന്തായിരിക്കും, 40.5 ഇൻറ്റു അതിൻ്റെ ഏരിയ 0.5. ഓക്കെ, സോ അതിൻ്റെ ഹാഫ് കിട്ടും, 20.25 ന്യൂട്ടൺ എന്ന് കിട്ടും നമുക്ക്. ഇനി F2വും സിമിലർലി സെയിം ആയിരിക്കും. ഇവിടെ F2 ഈസ് ഈക്വൽ ടു എന്താണ്, F1 ആണ് അല്ലേ. എന്തുകൊണ്ട്, മുകളിലും താഴെയും സിമെട്രിക് കണ്ടീഷൻസ് ആയതുകൊണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെ പറയാം, F ഈസ് ഈക്വൽ ടു F1 പ്ലസ് F2, ദാറ്റ് ഈസ് 20.5 ഇൻറ്റു 2, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 40.5 ആയിട്ട് തന്നെ കിട്ടും ന്യൂട്ടൺ. അപ്പോൾ നമുക്ക് ടോട്ടൽ ഈ ഒരു പ്ലേറ്റ് ഡ്രാഗ് ചെയ്തുകൊണ്ട് പോകേണ്ട കേസ് 1 40.5 ആണ്. ഇനി സെക്കൻഡ് കേസിൽ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, സെക്കൻഡ് കേസിലും കണ്ടീഷനിൽ പറഞ്ഞിരിക്കുന്നത് കേസ് 2 എന്തായിരുന്നു, കേസ് 2 ഇഫ് ദ തിൻ പ്ലേറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ്, ഈ തിൻ പ്ലേറ്റ് ഇൻസ്റ്റെഡ് ഓഫ് എത്രയാണ് 1.2ന് പകരം ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 0.8 ഫ്രം വൺ ഓഫ് ദ പ്ലെയിൻ സർഫസ്, അതായത് ഒരു പ്ലെയിൻ സർഫസിൻ്റെ അടുത്തായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ മേളിൽ നിന്ന് നമുക്കൊരു എത്ര കൊടുക്കാം, ഇറ്റ് ക്യാൻ ബി മേളിൽ നിന്ന് 0.8 സെൻറ്റിമീറ്ററും താഴെ നിന്ന് 1.6 സെൻറ്റിമീറ്ററിലും ഇരിക്കുന്നു. അപ്പോൾ τ1 എങ്ങനെ വരും ഇക്വേഷൻ, മ്യൂ ഇൻറ്റു du ബൈ d1. ഇവിടെ ആകെ വേരിയിങ് പാരാമീറ്റർ എന്ന് പറയുന്നത് എന്താണ്, dy ആണ്. അപ്പോൾ τ1ൻ്റെ ഇക്വേഷൻ എന്ത് കിട്ടും, τ1 ഈസ് ഈക്വൽ ടു 8.1 ഇൻറ്റു 10⁻⁴ ഇൻറ്റു du എത്ര തന്നെയാണ് നമുക്ക് വലിക്കേണ്ടത്, 0.6 തന്നെയാണ്. 0.6 ഡിവൈഡഡ് ബൈ ഇത് 1ഉം ഇവിടെ 2 എടുക്കാം. സോ 1ൻ്റെ ഡിസ്റ്റൻസ് എന്താണ്, 0.8 ഇൻറ്റു 10⁻⁻². ഇവിടെ τ2 എന്ത് കിട്ടും, 8.1 ഇൻറ്റു 10⁻⁴ ഇൻറ്റു 0.6 ഡിവൈഡഡ് ബൈ dy ഇവിടെ 1.6 ഇൻറ്റു 10⁻⁻². അപ്പോൾ നമുക്ക് τ1ഉം τ2 എത്രയൊക്കെ കിട്ടും, τ1 τ2 സെപ്പറേറ്റ് ആയിട്ട് വാല്യൂസ് കണ്ടുപിടിക്കുക. F1 എന്ത് കിട്ടും, നമുക്ക് τ1 ഇൻറ്റു എയും കിട്ടും. എ ഈസ് നത്തിങ് ബട്ട് എ, ചേഞ്ച് ആവുന്നില്ല, എത്ര തന്നെയാണ് ഒരു സർഫസ് 0.5. ഇവിടെ F2 എന്ന് പറയുന്നത് എന്ത് കിട്ടും, τ2 ഇൻറ്റു 0.5. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ എഫിൻ്റെ വാല്യൂ ഏകദേശം നമുക്ക് 45.54 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ,
അപ്പം നേരത്തെ നമുക്ക് കറക്റ്റ് മിഡിലായിട്ടിരുന്നപ്പം ദ ടോട്ടൽ ഫോഴ്സ് റിക്വയർഡ് വാസ് 40.5. വെൻ ഇതൊരു എക്സെൻട്രിക് ആയിട്ട് നമ്മൾ സിമെട്രിക് അല്ലാണ്ട് കുറച്ച് മേളിലോട്ട് കയറ്റി വെച്ചപ്പോൾ നമുക്ക് എത്ര ഫോഴ്സ് റിക്വയർഡ് ആയിട്ട് വന്നു? 40.54. അപ്പോൾ ഫോഴ്സ് ഇൻക്രീസ് ചെയ്തു. ക്ലിയർ ആണോ? അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ വരുന്ന ഡിഫറൻസ്. ഇനി നമുക്ക് ഒരേ ഒരു ടോപ്പിക്കും കൂടെ പഠിക്കാനുള്ള ഇതിൽ ഇന്നത്തെ ക്ലാസ്സിൽ, ദാറ്റ് ഈസ് അബൌട്ട് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്. ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഈസ് ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദി ഏതാണ്? നമ്മുടെ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ആണ്. നമ്മൾ പറഞ്ഞു ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ ദ ഹോൾ റേസ് ടു എൻ അല്ലെങ്കിൽ 1. ഇതാണ് ജനറൽ ഇക്വേഷൻ. അപ്പോൾ ഇതിൽ നമുക്കിപ്പം ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ ഐഡിയൽ ഫ്ലൂയിഡ്സ് ഹാവ് നോ വിസ്കോസിറ്റി. ഐഡിയൽ ഫ്ലൂയിഡ്സിൻ്റെ വിസ്കോസിറ്റി എത്രയാണ്? മ്യൂ ഈക്വൽ ടു 0 ആണ്. പിന്നെ നമുക്കുണ്ട് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ്. അതായത് ന്യൂട്ടൺ ലോ ഒബേ ചെയ്യുന്ന ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഫ്ലൂയിഡ്, ഇപ്പോൾ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഏത് ഒബേ ചെയ്യുമോ? അത് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യുന്നുണ്ട്. വിച്ച് ഇസ് ഫോർ എ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് നമുക്ക് എന്ത് പറയാം? ടോ ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി യു ബൈ ഡി വൈ ദ ഹോൾ റേസ് ടു 1. അതാണ് ഈ പറയുന്ന ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. ഇനി ന്യൂട്ടൺസ് ലോ ഒബേ ചെയ്യാത്ത ഫ്ലൂയിഡ്സ്, ഈ ടോ പ്രൊപ്പോർഷണൽ അല്ലാത്തത് ടോ പ്രൊപ്പോർഷണൽ ടു ഡി യു ബൈ ഡി വൈ ദ ഹോൾ റേസ് ടു എൻ ആയിരിക്കും. ഒരു ഇൻഡെക്സ് എന്നിന് എൻ ക്യാൻ ബി ലെസ് ദാൻ 0 ഓർ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ അങ്ങനെ ഡിസൊബേ ചെയ്യുന്ന ന്യൂട്ടൺസ് ലോ ഡിസൊബേ ചെയ്യുന്ന ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ നോൺ ന്യൂട്ടോണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോൺ ന്യൂട്ടോണിയൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോഴാണ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ ഇതിലെല്ലാം കണ്ടീഷൻ ഈസ് നമുക്ക് ജനറൽ ഒരു സൊല്യൂഷനായിട്ട് ബി പ്ലസ് എ ഇൻറ്റു ഡി യു ബൈ ഡി വൈ ദ ഹോൾ റേസ് ടു എൻ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ബുക്സൊക്കെ നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ആയിരിക്കും കാണുന്നത് നമ്മുടെ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാൻ. വേർ ദിസ് ബി ഈസ് കോൾഡ് ദി ഈൽഡ്, അതായത് ടോ ഈൽഡ് എന്ന് പറയും. നമുക്ക് കണ്ടോ ഇവിടെ ഇത്രയും ഈ ഒരു ഹൈറ്റിനെ നമുക്ക് ബി ആയിട്ട് എടുക്കാം. അപ്പോൾ ബി 0 ആണെങ്കിൽ ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ തുടങ്ങും. ഇതിനൊരു ഞാൻ ഫിസിക്കൽ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം. നമ്മൾ വാട്ടർ എടുത്ത് ഒരു സ്ലോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ്ലി ഇറ്റ് ഫ്ലോസ് ഡൗൺ. നിങ്ങൾ ഈ വാട്ടർ വെച്ച ഇതേ സ്ഥലത്ത് ഓയിൽ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് മൈക്രോ സെക്കൻഡ് അത് ഫ്ലോ ചെയ്യാൻ. പക്ഷേ ഇതേ സ്ഥലത്ത് നിങ്ങൾ മഡോ ടൂത്ത് പേസ്റ്റോ എന്തെങ്കിലും ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ്ലി ഫോളോ ഓഫ് ചെയ്യുമോ? ഇല്ല. ഇറ്റ് വിൽ ടേക്ക് സം ടൈം ടു ഫ്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഈൽഡ് ചെയ്ത് നിൽക്കുന്നതിനാണ് ഈ പറയുന്ന പാരാമീറ്റർ ബി, ടോ ഈൽഡ് എന്ന് പറയും. അപ്പോൾ ആ ഫ്ലൂയിഡ്സിൽ ടോ ബി കാരണം കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതെന്ത് ചെയ്യും? ന്യൂട്ടൺസ് ലോ ഒബേ ചെയ്യും പോലെ വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് എന്ന് പറയും. ഇനി അതിൻ്റെ വേരിയേഷൻസ് ഇപ്പോൾ അതിൽ എന്നും കൂടെ വരുവാണെങ്കിൽ അതിലും കർവ് ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫ്ലൂയിഡ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുന്നതിന് തിക്സോട്രോപ്പിക്, ബിംഗം അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഒരു എലമെൻ്ററി ലെവലിൽ നമ്മൾ ഇത്രയും ഒരു ക്ലാസിഫിക്കേഷൻ അറിഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങളോട് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാം. അതായത് ഫ്ലൂയിഡ്സ് ആർ ബേസിക്കലി ക്ലാസിഫൈഡ് ഇൻറ്റു ഏതൊക്കെയാണ്? ഐഡിയൽ ഫ്ലൂയിഡ്, ദോസ് ഫ്ലൂയിഡ്സ് ഹാവ് നോ വിസ്കോസിറ്റി, ആൻഡ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് ആർ ദെയർ വിച്ച് ഒബേസ് ന്യൂട്ടൺസ് ലോസ് ഓഫ് വിസ്കോസിറ്റി. ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ ദ ഹോൾ റേസ് ടു എൻ. And there are a certain other fluids also which follows the rule tau is equal to എന്താണ്? B plus A into du by dy the whole raised to n, where this B is also called as tau yield. അതായത് ഇറ്റ് ഫ്ലോസ് ഓൺലി ആഫ്റ്റർ സം എമൗണ്ട് ഓഫ് ടൈം. അതാണ് നമ്മുടെ ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അതിൻ്റെ എൻ വാല്യൂ എന്ത് തന്നെ ആയിരിക്കും? 1 ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്. അപ്പോൾ N 1 അല്ലാത്തതാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ബിംഗം ഫ്ലൂയിഡ്സ്, തിക്സോട്രോപ്പിക് എന്നൊക്കെ പറയുന്ന ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ പറയുന്ന പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, പിന്നെ അബൌട്ട് വിസ്കോസിറ്റി ആൻഡ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സ്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്, നിങ്ങൾ പഠിക്കാൻ പോകുന്നു, പുതിയതായിട്ടൊരു സബ്ജക്റ്റ് കാണാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മളിതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട, FM എന്താണെന്നുള്ള ഒരു ചെറിയൊരു ലൈറ്റാണ് ഇത്. FM-ൻ്റെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു നോർമൽ FM-ലോട്ടൊന്നും നമ്മൾ പോയില്ല. നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു ബേസ് മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്ത് തീർത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സിനെ പറ്റി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ,
സോ വിസ്കോസിറ്റിയുടെ ബേസിൽ വരുന്ന എക്സ്ട്രാ പ്രോബ്ലംസ് നിങ്ങളുടെ ബെൻസാലിലെ ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ബെൻസാൽ ടെക്സ്റ്റ് എടുക്കുക. ആ ടെക്സ്റ്റിനകത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡിനകത്ത് വിസ്കോസിറ്റി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. എനിക്ക് തോന്നുന്നു അതിനകത്ത് ഒരു 7-8 പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ ഇങ്ങനെ ഒരു വെഡ്ജ് വരച്ചിട്ട് ഈ വെഡ്ജിൽ ഇങ്ങനെ ഒരു പ്ലേറ്റ് തന്നിട്ട് ഇവിടെ ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ട് ഇത് വരാനെടുക്കുന്ന സമയം, അപ്പം നമുക്ക് ഇവിടെ ഒരു അതിൻ്റെ സെൽഫ് വെയിറ്റ് W ഉണ്ട്. അപ്പോൾ ഈ ഒരു കമ്പോണൻ്റ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, പുള്ളിങ് ഫോഴ്സ്. അപ്പോൾ ആ ഫോഴ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, ടോ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതൊരു പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഏതിനകത്തുണ്ട്, നമ്മുടെ ബെൻസാലിൻ്റെ ടെക്സ്റ്റിലുണ്ട്. ദിസ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ക്വസ്റ്റ്യന് നിങ്ങളൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കണം. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും കൂടെയൊക്കെ നോക്കുക, ബെൻസാലിൻ്റെ ടെക്സ്റ്റ് റെഫർ ചെയ്യുക. ഞാൻ ഇങ്ങനെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ഇപ്പോൾ തന്നത് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രമല്ലാണ്ട് നിങ്ങൾ ഇതുപോലത്തെ ടെക്സ്റ്റ് റെഫർ ചെയ്യുമ്പോഴേ ഈ സർട്ടൻ അതർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു പ്രാവശ്യം 19 സ്കീമിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. സെയിം ഡിറ്റോ ക്വസ്റ്റ്യൻ കോപ്പി പേസ്റ്റ് ആയിരുന്നു ടെക്സ്റ്റിൽ നിന്ന്. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ സ്കീമിലും ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് ടെക്സ്റ്റ് നോക്കി പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുക. അവർക്ക് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ഇൻ ടേംസ് ഓഫ് വിസ്കോസിറ്റി ചോദിക്കാം, ബിക്കോസ് ഇറ്റ് ഇസ് ഇൻ ദ സിലബസ്. ഈ പറയുന്ന 3 പ്രോബ്ലമോ 4 പ്രോബ്ലമേ ചോദിക്കാവുന്നില്ല. ഇവിടെ ഇത് വെറൈറ്റി ആവുന്ന എന്താണ്, പല സ്റ്റുഡൻസിനും ഇതിൻ്റെ ഫോഴ്സ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ വെഡ്ജിൻ്റെ ആംഗിൾ തീറ്റ തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് എന്ത് കമ്പോണൻറ്റ് കണ്ടുപിടിക്കാം, ഈ പറയുന്ന F കമ്പോണൻറ്റ് കണ്ടുപിടിക്കാം. അത് വെച്ചിട്ട് നമുക്ക് ഷിയർ സ്ട്രെസ് കണ്ടുപിടിച്ച് പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് വെച്ച് പഠിച്ചാലേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ആ ലെവലിൽ നിങ്ങൾ പഠിക്കുക. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് വെച്ച് പ്രഷറും അതിൻ്റെ മെഷറിംഗ് ഡിവൈസസും ഒക്കെ പഠിക്കാം. ഓക്കെ.